Welcome to BSc Complementary Electronics. Today we see some problems from logic kit and Boolean algebra problems. Some problems. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത് ഇന്ന് ലോജിക്കൽ ഫാമിലീസ് തുടങ്ങാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒന്ന് രണ്ട് പ്രോബ്ലം നമ്മുടെ പരീക്ഷയ്ക്ക് ഇല്ലാത്ത നമ്മുടെ ബി എൽ തെരേജ പ്രിസ്ക്രൈബ്ഡ് ബുക്കിനകത്ത് ഇല്ലാത്ത ചില പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പ്രോബ്ലം കൂടി അതേ ടൈപ്പ് പ്രോബ്ലം നമ്മളിവിടെ പറയുകയാണ്. അപ്പോൾ അതൊരു പഠിച്ചിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററായ ലോജിക്കൽ ഫാമിലിയിലോട്ട് പോകാം. സോ സം ഓഫ് ദി പ്രോബ്ലംസ് ഫ്രം ലോജിക് ഗേറ്റ്സ് ആൻഡ് ബൂളിയൻ ആൾജിബ്ര കമ്പൈൻഡ് ആണ്, രണ്ടും കൂടി ചേർന്ന് വരുന്നതാണ്. ഇപ്പോൾ ഗേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ബൂളിയൻ ആൾജിബ്ര വരും. ബൂളിയൻ ആൾജിബ്ര ഉണ്ടെങ്കിൽ നമുക്കത് ഗേറ്റ് കൊണ്ട് ഗേറ്റ് ഡയഗ്രാം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അത്തരം ചില ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. അപ്പോൾ ആദ്യ പ്രോബ്ലം നോക്കുക. അത് ആദ്യ പ്രോബ്ലം നമ്മുടെ ജൂലൈ 2017 ചോദിച്ചതാണ്. നിങ്ങളുടെ ഈ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിൽ ചോദിച്ചതാണ്. ആരും പിന്നെ ഈ പ്രോബ്ലം ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ അന്വേഷിച്ച് മനസ്സിലായി. അപ്പോൾ അത്ര ഒരു ഡിഫിക്കൽട്ട് പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇനി അഥവാ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത് കൊടുക്കുന്നത്. പിന്നെ കുറച്ചൊരു അഡ്വാൻസ് നമ്മൾ ഗേറ്റ് പഠിച്ചാൽ ഇത്തരം കണക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളെ മെയിനല്ല, നിങ്ങളുടെ കോംപ്ലിമെൻ്ററിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഇപ്പോൾ മെയിൻ പഠിക്കാനുള്ളത് ഈ ടോപ്പിക്ക്, പക്ഷേ ഇത്തരം പ്രോബ്ലമൊക്കെ നിങ്ങൾ കുറവാണ്. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് പഠിക്കുക. അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് പ്രോബ്ലം കൂടി അതുപോലെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ട്, അതുകൂടി പഠിച്ചേക്കാം ഈ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലോജിക്കൽ ഫാമിലി തുടങ്ങാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എ വാട്ടർ പമ്പ് ഈസ് റിക്വയർഡ് ടു ടേൺ ഓൺ ഓട്ടോമാറ്റിക്കലി വെനെവർ ദ വാട്ടർ ലെവൽ in any two or more of three tanks ABC falls below a preset level. Each water tank is fitted with a level detector that generates a high voltage whenever the water level in the tank is low. അതായത് ഒരു വാട്ടർ പമ്പ് ഒരു 3 ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുകയാണ്. 3 ടാങ്ക്. ഇപ്പോൾ ABC ആണ് ടാങ്കുകൾ, അതിലേക്ക് വാട്ടർ പമ്പ് വർക്ക് ചെയ്യുകയാണ്. ഏതെങ്കിലും 2 ടാങ്കിൽ അപ്പോൾ ഈച്ച് വാട്ടർ ടാങ്ക് ഈസ് ഫിറ്റഡ് വിത്ത് ലെവൽ ഡിറ്റക്ടർ. ഓരോ ടാങ്കിലും ഒരു ലെവൽ ഡിറ്റക്ടർ ഉണ്ട്. അപ്പോൾ ടാങ്കിലെ വാട്ടർ ലെവൽ ഒരു പ്രത്യേക ലെവലിന് താഴെ പോയാൽ ഉടനെ ഒരു ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഹൈ വോൾട്ടേജ് നമ്മൾ പറയുന്നത് 1 ആണല്ലോ, 1 ജനറേറ്റ് ചെയ്യും. അപ്പോൾ 3 ടാങ്ക് ഉണ്ട്, ഒരു പമ്പ് വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. ഏതെങ്കിലും ടാങ്കിലെ വെള്ളം ഒരു പ്രത്യേക വിലയ്ക്ക് താഴെ, പ്രത്യേക ലെവലിന് താഴെ പോയാൽ ഒരു ഹൈ വോൾട്ടേജ് സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു 1 ഡെവലപ്പ് ചെയ്യുന്ന അർത്ഥം. ഹൈ വോൾട്ടേജ് അപ്പോൾ നമ്മൾ 1 ആണല്ലോ പറയുന്നത് പോസിറ്റീവ് ലോജിക്കിൽ. കാര്യം മനസ്സിലായത്, ഒരു 3 ടാങ്കിങ്ങനെ നിരന്നിരിക്കുകയാണ്, മുകളിലിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുകയാണ്. ആ ടാങ്കിൽ വെള്ളം നിറയും. പക്ഷേ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ വാട്ടർ ലെവല് എപ്പോഴും നമ്മൾ പമ്പ് ഓൺ ചെയ്ത് വെക്കത്തില്ലല്ലോ. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് വാട്ടർ ലെവൽ താഴും. ഒരു പ്രത്യേക ലെവലിന് താഴെ ഏതെങ്കിലും ടാങ്കിൽ വന്നാൽ ഉടനെ ഒരു ഹൈ വോൾട്ടേജ് ഒരു ഡിറ്റക്ടർ കാണിക്കും. അതൊരു ബൾബ് തെളിയുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും മനസ്സിലാക്കിയിരുന്ന ഇത് ചോദ്യം ഇതാണ്. റൈറ്റ് ഡൗൺ ദി ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ദി വർക്കിംഗ് ഓഫ് വാട്ടർ പമ്പ് വെനെവർ എ ഹൈ വോൾട്ടേജ് ടേൺസ് ഓൺ. അപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ ഈ മോട്ടോർ വാട്ടർ പമ്പിൻ്റെ വർക്കിംഗ് കാണിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ പറയുക. ഹൈ വോൾട്ടേജ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടാങ്കിലെ വാട്ടർ ലെവൽ ഒരു പ്രത്യേക ലെവലിന് താഴെ പോകുമ്പോഴാണ്, പ്രത്യേക വിധാനത്തിന് കീഴെ വരുമ്പോഴാണ്. ബി പാർട്ട് ഇംപ്ലിമെൻറ്റ് ദ ബൂളിയൻ എക്സ്പ്രഷൻ യൂസിങ് ആൻഡ് ഓർ ആൻഡ് നോട്ട് കേസ്. റിഡ്യൂസ് ദി ബൂളിയൻ എക്സ്പ്രഷൻ ടു മിനിമം നമ്പർ ഓഫ് ലിറ്ററൽസ് വിത്ത് സിമ്പിൾസ്. ഒബ്റ്റൈൻ എ മച്ച് സിംപ്ലർ സർക്യൂട്ട്. ഇതാണ് ചോദ്യം. ഇതായിരുന്നു ചോദ്യം. അപ്പോൾ ഇത് വായിച്ചെടുക്കാൻ തന്നെ ചില കുട്ടികൾക്ക് പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യമാണ് നമുക്ക് ചോദിച്ചത്. അപ്പോൾ പലരും ഇത് ഉത്തരം എഴുതാതെ പോന്നിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ഞാനത് വായിക്കാം ഒന്നുകൂടി. എ വാട്ടർ പമ്പ് ഈസ് റിക്വയർഡ് ടു ടേൺ ഓൺ ഓട്ടോമാറ്റിക്കലി വെനെവർ ദി വാട്ടർ ലെവൽ ഇൻ any 2 or more of 3 tanks ABC falls below a preset level. അപ്പോൾ ഇത് പിന്നെ ഒരു പ്രത്യേക ലെവലിൽ താഴെ പോയാൽ ഉടനെ പമ്പ് ഓൺ ചെയ്ത് കൊള്ളണം.
Each water tank is fitted with a level detector that generates a high voltage whenever the water level in the tank is low. അപ്പോൾ ഏതെങ്കിലും ടാങ്കിലെ വെള്ളം ഒരു പ്രത്യേക ലെവൽ താഴെയാണെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാകും, അന്നേരം മോട്ടർ ഓട്ടോമാറ്റിക് ഓൺ ആകും എന്നർത്ഥം. റൈറ്റ് ഡൗൺ ദ ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ദി വർക്കിംഗ് ഓഫ് വാട്ടർ പമ്പ് വെനെവർ എ ഹൈ വോൾട്ടേജ് ടേൺസ് ഓൺ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടാങ്കിൽ വെള്ളം താഴെ പോകുമ്പോൾ പിന്നെ ഹൈ വോൾട്ടേജ് ടേൺ ചെയ്യുമല്ലോ, 1 ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പം അതിന് പറ്റിയ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ പറയുക. ഇംപ്ലിമെൻറ്റ് ദ ബൂളിയൻ എക്സ്പ്രഷൻ യൂസിങ് ആൻഡ് ഓർ ആൻഡ് നോട്ട് കേസ്. ഈ 3 കേസ് ഉപയോഗിച്ച് നിങ്ങൾ എഴുതിയ ബൂളിയൻ എക്സ്പ്രഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. റെഡ്യൂസ് ദ ബൂളിയൻ എക്സ്പ്രഷൻ ടു മിനിമം നമ്പർ ഓഫ് ലിറ്ററൽസ്. ഇത് ഏറ്റവും കുറഞ്ഞ സിമ്പിളിലേക്ക്. അപ്പോൾ നമുക്ക് ചില ഇക്വേഷനൊക്കെ കുറയ്ക്കാം. ഇപ്പോൾ എ പ്ലസ് എ ബാർ ബി 3 ലിറ്ററല്ലേ, അത് നമ്മൾ എ പ്ലസ് ബി ആക്കി മാറ്റത്തില്ലേ. അപ്പോൾ രണ്ട് സിമ്പിളുകൾ അതുപോലെ കുറച്ച് സിമ്പിളിലേക്ക് മാറ്റുക. ഒബ്റ്റെയിൻ എ മച്ച് സിമ്പിൾ സർക്യൂട്ട്, എന്നിട്ട് ഒരു സിമ്പിൾ സർക്യൂട്ട് വരയ്ക്കുക. ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് തന്നിരിക്കുന്ന ആൻസർ ഞാൻ ആരംഭിക്കുകയാണ്. തന്നിരിക്കുന്ന ആ കണ്ടീഷൻ ഒരു ടാബുലർ ഫോം, ഒരു ട്രൂത്ത് ടേബിൾ ഫോമിൽ കൊടുക്കുകയാണ്. ABC Y. അപ്പോൾ Y എന്ന് പറഞ്ഞാൽ ആ ഡിറ്റക്ടർ ഹൈ വോൾട്ടേജ് കാണിക്കുന്നതാണ് Y എന്ന് പറയുന്നത്. ABS എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ടാങ്കിലെ വാട്ടർ ലെവലാണ്, ടാങ്കിലെ വാട്ടർ ലെവൽ. അപ്പോൾ 3 ABC വാട്ടർ ലെവൽ ഉയരത്തിലാണ്. ഉയരത്തിലാകുമ്പോൾ 0 എന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം ഒരു പ്രത്യേക ലെവലിൽ താഴെ പോകുമ്പോഴാണല്ലോ ആ ഡിറ്റക്ടർ ഹൈ വോൾട്ടേജ് കാണിക്കുന്നത്, ഹൈ 1 വരുന്നത്. അപ്പോൾ ഈ വാട്ടർ ലെവൽ 3 ടാങ്കിൽ ഉയരത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാം 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. ഈ പമ്പ് വർക്ക് ചെയ്തില്ല. പിന്നെ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഉണ്ടാകത്തില്ല. ഏതെങ്കിലും ഒരു ടാങ്കിലെ വെള്ളവും താഴെ പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്തില്ല. 2 ടാങ്കിൽ പോകണമെന്ന് ആകണം. നോക്കിയേ, അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ പറയുന്നത്. whenever the water level in any 2 or more of 3 tanks, 2 ടാങ്കുകളോ 3 ടാങ്കുകളോ അവയിലെ വെള്ളം താഴെ പോകുമ്പോഴാണ് ആ ഹൈ വോൾട്ടേജ് ഡിറ്റക്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഒരു ടാങ്കിലില്ല, ഒരു ടാങ്കിൽ വാട്ടർ ലെവൽ താഴെ പോയാൽ ഹൈ വോൾട്ടേജ് ഇല്ല. 2 ടാങ്കോ കൂടുതൽ ടാങ്കോ, 2 ടാങ്കോ കൂടുതൽ എന്ന് പറഞ്ഞാൽ 3 ടാങ്കിലെ ഇവിടെ. അപ്പോൾ 2 ടാങ്കിലെ വെള്ളം അല്ലെങ്കിൽ 3 ടാങ്കിലെ വെള്ളം ഒരു പ്രത്യേക ലെവലിൽ താഴെ പോകുമ്പോൾ ഹൈ വോൾട്ടേജ് ഉണ്ടാകും. അതാണ് നമ്മളിവിടെ ട്രൂത്ത് ടേബിളിൽ കാണിക്കുന്നത്. അപ്പോൾ 3ലെയും വെള്ളം ഉയരത്തിലാണെങ്കിൽ ഹൈ വോൾട്ടേജ് ഇല്ല. ഏതെങ്കിലും ഒരു ടാങ്കിലെ വെള്ളം താഴെ പോയാലും ഹൈ വോൾട്ടേജ് ഇല്ല. 2 ടാങ്കിലെ വെള്ളം ABCയിൽ താഴെ പോയാൽ ഹൈ വോൾട്ടേജ് ഉണ്ടാകും. അപ്പോൾ A0 B11 2 ടാങ്കായില്ലേ, അപ്പോൾ ഹൈ വോൾട്ടേജ് ഉണ്ട്. അതുപോലെ 101 2 ടാങ്കിൽ വെള്ളം താഴെ പോയില്ലേ, അപ്പോൾ ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. അടുത്ത കേസിലും 110 2 ടാങ്ക് ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ഇനി 3 ടാങ്കിലും ലെവൽ താഴെ പോയാലും ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 111 എന്ന് കിട്ടുന്നത് ഈ അവസാനത്തെ 4 കോമ്പിനേഷനിലാണ്. ആദ്യത്തെ 4 കോമ്പിനേഷനിൽ കിട്ടത്തില്ല, ഔട്ട്പുട്ട് 0 ആയിരിക്കും. കാരണം എന്താണ്, ആ 000 എന്ന് പറഞ്ഞാൽ വാട്ടർ ലെവൽ മുകളിലാണ് ആ പ്രത്യേക ലെവലിനേക്കാൾ. പിന്നെ ബാക്കി 3 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടാങ്കിലെ വാട്ടർ ലെവൽ മാത്രമേ താഴെ പോയിട്ടുള്ളൂ. അത് പറ്റത്തില്ല. 2 ടാങ്കിൽ അല്ലെങ്കിൽ 3 ടാങ്കിലെയും താഴെ പോകുമ്പോഴാണ് ഹൈ വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു ടേബിൾ മോഡൽ എഴുതിയിരിക്കുകയാണ്. അത് ആലോചിച്ച് നോക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചെടുക്കാൻ പ്രയാസമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് ആദ്യം കാണുമ്പോൾ കുട്ടികൾ എഴുതുക, അത് ഓർത്തോളണം. ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതൊരു ബൂളിയൻ ഇക്വേഷൻ പറയുകയാണ്. ബൂളിയൻ ഇക്വേഷൻ A ബാർ BC പ്ലസ് AB ബാർ C പ്ലസ് ABC ബാർ പ്ലസ് ABC എന്ന് എഴുതാൻ നമുക്ക് 4 കേസ് ഇല്ലേ. 4 കേസ് എങ്ങനെ കിട്ടും നോക്കിക്കേ. 1 കിട്ടുന്ന കേസിൽ 0 ആകുമ്പോൾ A ബാർ ABC ആണല്ലോ എഴുതിയിരിക്കുന്നത്, ABC. ഇപ്പോൾ 0 ആകുമ്പോൾ A ബാറിൻ്റെ BC 1 ആണ്. അടുത്തത് AB ബാർ C 1 ആണ്. അടുത്തത് ABC ബാർ 1 ആണ്. ലാസ്റ്റ് ABC 1 ആണ്. അപ്പോൾ ആ RHS കാണുന്ന ഓരോ ഒന്നും കിട്ടാനായിട്ട് ഇത് 3 കുടിക്കണം, അങ്ങനെയാണ് കാണുന്നത്. 4 5 6 7 4 വേണ്ട 5 6 7 8 കേസ് നോക്ക്. അത് കുടിക്കുമ്പോൾ നമുക്ക് 1 കിട്ടണം. അപ്പോൾ ഈ 0യും 1ഉം 1ഉം കുടിച്ചാൽ 1 കിട്ടണമെങ്കിൽ ആ 0യുടെ സ്ഥാനത്ത് A ബാർ വരണം, എന്നാലേ 1 കിട്ടുള്ളൂ. അപ്പോൾ 1 കിട്ടണമെങ്കിൽ A ബാർ BC 1 ആണ്.
പിന്നെ എ ബി ബാർ സി 1 ആണ്. കാരണം 1 വരുമ്പോൾ ഔട്ട്പുട്ട് 1 വരണ്ടേ. അപ്പോൾ നിങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണം. ബാർ എടുത്താലേ അവിടെ 1 കിട്ടുകയുള്ളൂ. ആ 0 വരുന്നതിൻ്റെ ബാർ എടുക്കണം. 1 1 0 ആകുമ്പോൾ എ ബി സി ബാർ 1, അവസാനത്തെ എ ബി സി 1. അപ്പോൾ അത് 4 കൂട്ടിയാണ് നമ്മൾ ഈ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. ഈ കാണുന്നത് എ ബാർ ബി സി പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി സി ബാർ പ്ലസ് എ ബി സി എന്നുള്ളതാണ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ നോക്കിയേ. ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ അപ്പോൾ 3 ഇൻപുട്ട് എ ബി സി ഇങ്ങനെ 3 വയറെ കാണിച്ചിരിക്കുക. അപ്പോൾ എല്ലാം കൂടി നമ്മൾ അവസാനത്തെ നാൻഡ് ഗേറ്റ് കൊടുക്കണം. അവസാനത്തെ ആൻഡ് ഗേറ്റ് അതെന്ത് കിട്ടും? നമുക്ക് എ ബി സി തരും. അത് എ ബി സി തരും. കാരണം നേരിട്ട് കൊടുത്തിരിക്കുകയാണ് അവസാനത്തെ ആൻഡ് ഗേറ്റ്. അത് എ ബി സി പുറത്തേക്ക് തരും. പിന്നെ ആദ്യത്തെ ആൻഡ് ഗേറ്റ് നോക്കി, അത് എയിലൊരു ഇൻവേർട്ടർ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എ ബാർ വരും. താഴെ മുകളിൽ നേരിട്ട് കൊടുത്തിട്ടുണ്ട് ബി സി വരും. അപ്പോൾ ഒന്നാമത്തെ ആ ടോപ്പിലുള്ള ആൻഡ് ഗേറ്റ് എ ബാർ ബി സി തരും. അപ്പോൾ രണ്ടാമത്തെ ആൻഡ് ഗേറ്റ് എ ബി ബാർ സി തരും. കാരണം ബി എന്നുള്ളത് ആ ബിയുടെ കണക്ഷൻ നോക്കുക. അപ്പോൾ എ ബി സി ആണ് കേട്ടോ. ഈ ഇൻപുട്ടുകളെല്ലാം എ ബി സി ആണ്. അവിടെ എ ബി സി എഴുതിയിരിക്കുന്ന ഇപ്പം മറന്നിരിക്കുകയാണ്, നോക്കിക്കൊള്ളണം. ആ 3 വരെ എ ബി സി എന്ന് വായിക്കണം. ആ എ വന്ന് ഇൻവേർട്ടർ കഴിഞ്ഞാൽ ആ നോട്ട് ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാറായി പോകും. അപ്പോൾ രണ്ടാമത്തെ നാൻഡിൽ എന്താണ് വരുന്നത്? എ ബി ബാർ സി ആണ് വരുന്നത്. കാരണം ബി ബാറിലാണ് നോട്ട് ഗേറ്റ് ഇട്ടിരിക്കുന്നത്. മൂന്നാമത്തിൽ വരുന്നത് സിയിലാണ് നോട്ട് ഗേറ്റ്. അപ്പോൾ അത് എ ബി സി ബാറാണ്. അവസാനത്തിൽ നോട്ട് ഗേറ്റ് ഇല്ല, അവിടെ എ ബി സി. ഇവയെല്ലാം ഓർ ഗേറ്റിലേക്ക് കൊടുക്കുകയാണ് ഔട്ട്പുട്ടുകൾ. അപ്പോൾ നമുക്ക് ഇതിനോട് കൂട്ടി വൈ തരും. ലാസ്റ്റാണ് വൈ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഇനി അടുത്തൊരു പാട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്ത് ലിറ്ററൽസ് കൊടുക്കണം. ഇത്ര ലെറ്റേഴ്സ് ഇല്ലേ, അത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ലാസ്റ്റിൽ നിന്ന് ഒരു എ ബി പുറത്തേക്ക് എടുത്താൽ മതി. ഈ എക്സ്പ്രഷൻ ലാസ്റ്റിൽ നിന്ന് ഒരു എ ബി പുറത്തേക്ക് എടുക്കുമ്പോൾ എ ബി പുറത്തേക്ക് എടുക്കാൻ പറ്റും ലാസ്റ്റിൽ നിന്ന്. എവിടെയൊക്കെ ഉണ്ട് എ ബി? ആ എ ബി സി ബാറും എ ബി സി ഉണ്ട്. അതിൽ നിന്ന് എ ബി പുറത്തേക്ക് എടുക്കുക. എ ബി പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ബ്രാക്കറ്റിനകത്ത് സി ബാർ പ്ലസ് സി എന്ന് കിട്ടും. സി ബാർ പ്ലസ് സി 1 ആണല്ലോ. അപ്പോൾ എ ബാർ ബി സി പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി എന്ന് വരും. അതൊന്നുകൂടി നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്കുക. ആ എ ബാർ ബി സി അതുപോലെ എഴുതി, പിന്നെ എ ബി ബാർ സി പ്ലസ് എ ബി ഇല്ലേ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എ പുറത്തേക്ക് എടുക്കുമ്പോൾ ബി ബാർ സി പ്ലസ് ബി എന്ന് കിട്ടും. ബി ബാർ സി പ്ലസ് ബിയിൽ നമുക്ക് ലോ 21 അപ്ലൈ ചെയ്യാമല്ലോ. എ ബാർ എ പ്ലസ് എ ബാർ ബി സി എ പ്ലസ് ബി എന്നുള്ളത്. അപ്പോൾ അവിടെ ബി പ്ലസ് എന്ന് എഴുതാം. അപ്പോൾ എ ബാർ ബി സി പ്ലസ് 8 ബി പ്ലസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എ ബാർ ബി സി പ്ലസ് എ ബി പ്ലസ് എസ് എന്ന് കിട്ടും. ഫസ്റ്റും ലാസ്റ്റിൽ നിന്ന് സി പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എ ബാർ ബി പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് എ ബി എന്ന് കിട്ടും. എ ബാർ ബി പ്ലസ് ബി എന്താണ്? അതും എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് വരും. പിന്നെ പ്ലസ് എ ബി ഉണ്ട്. അപ്പോൾ അത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ വൈ ഈക്വൽ എ സി പ്ലസ് ബി സി പ്ലസ് എ ബി എന്ന് എഴുതുക. ഇതാണ് സിംപ്ലിഫൈഡ് ഇക്വേഷൻ. കുറച്ച് ലിറ്ററിലേ ഉള്ളൂ. നേരത്തെ പോലെ നമുക്ക് എ ബി സി 4 ടൈം ഇല്ല, 3 ടൈമേ ഉള്ളൂ. അതുപോലെ ലെറ്റേഴ്സും കുറവാണ്. ഇതാണ് സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് സർക്യൂട്ട് വരക്കാവുന്നേ ഉള്ളൂ. അത് വെച്ച് സർക്യൂട്ട് നോക്കിയേ. എ ബി സി, അപ്പോൾ എയും ബിയും കൂടി നമ്മളൊരു ആൻഡ് ഗേറ്റ് കൊടുത്ത് എ ബി കിട്ടും. ബിയും സിയും കൂടി അടുത്ത ആൻഡ് ഗേറ്റ് കിട്ടും, അത് ബി സി തരും. പിന്നെ എയും സിയും കൂടി അടുത്ത ആൻഡ് ഗേറ്റ് കൊടുക്കും, അത് എസ് തരും. അതെല്ലാം കൂടി ഓർ ഗേറ്റ് കൂട്ടും, വൈ തരും. വൈ ഈക്വൽ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. അപ്പോൾ ഇതാണ് സിംപ്ലിഫൈഡ് സർക്യൂട്ട്. ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഇതൊരു പ്രോബ്ലമായിട്ട് ചോദിച്ചതാണ്. പഠിച്ചു കഴിഞ്ഞാൽ എഴുതാം, ഇത് റിപ്പീറ്റ് ചെയ്താൽ. പക്ഷെ ഇങ്ങനെ ചോദിച്ചിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യം എടുത്തവർ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അതുപോലെ 1-2 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുക്കുകയാണ്. അതുകൂടി ഒന്ന് പഠിച്ചു തുടങ്ങണേ. ഇവിടെ ഇപ്പോൾ നമ്മൾ 1-2 കണ്ടതാണ്. കൺസിഡർ ദ ഡിജിറ്റൽ സർക്യൂട്ട് ഷോൺ ബിലോ ഇൻ വിച്ച് ഇൻപുട്ട് സി ഈസ് ഓൾവേസ് ഹൈ. സി എപ്പോഴും ഒന്നാണ് കണ്ടത്. ആ 2 വരയിട്ടിരിക്കുന്നത് എക്സോർ ഗേറ്റ് ആണെന്ന് ഓർത്തോളൂ. എക്സോർ ഗേറ്റ് ഔട്ട്പുട്ട് അറിയാമല്ലോ. എ ബി ബാർ പ്ലസ് എ ബാർ ബി ആണ്. അതൊക്കെ എ റൗണ്ട് പ്ലസ് ബി ആണ്. അപ്പോൾ ഇവിടെ ഒരു പിന്നെ ആൻഡ് ഗേറ്റ്, താഴെ എക്സോർ ഗേറ്റ്, പിന്നെ ഒരു ഓർ ഗേറ്റ്. ആ ഔട്ട്പുട്ട് ഇസഡ് കണ്ടുപിടിക്കാനാണ്. ഔട്ട്പുട്ട് ഇസഡ്.
ആ ഇസഡ് എങ്ങനെ കാണുന്നത്? കൺസിഡർ ഇറ്റ് സർക്യൂട്ട് ഷോൺ ബിലോ ഇൻ വിച്ച് ഇത് ഇൻപുട്ട് ഈസ് ഓൾവേസ് വൺ. പടമുണ്ട്, എന്നിട്ട് ഒരു ബാക്കിയൊരു പാർട്ട് കൂടെ. ക്വസ്റ്റൻ തീർന്നില്ല. ദ ട്രൂത്ത് ഫോർ ദ സർക്യൂട്ട് ക്യാൻ ബി റിട്ടൺ ആസ്, എങ്ങനെ എഴുതാം? എ ബി ഇസഡ് എന്ന് കൊടുക്കുകയാണ്. 0 0 0 1 1 0 1 1. ഇസഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇസഡ് കണ്ടുപിടിച്ചിട്ട് ആ കോളം ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇസഡ്. ആ ഇസഡിനകത്ത് എന്തെല്ലാം വരും അതാണ് പറയേണ്ടത്. അപ്പോൾ അത് നമ്മൾ ശരിക്കും നോക്കി ആ സർക്യൂട്ട് നമ്മൾ റീഡ്രോ ചെയ്തു. എ ബി, അതുപോലെ താഴെ എക്സോർ, പിന്നെ അവിടെ ഡി കൊടുത്തു. ഔട്ട്പുട്ടിനെ ഇ എന്ന് മാർക്ക് ചെയ്തു. ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് മാർക്ക്? അത് ഇസഡ് എന്ന് മാർക്ക് ചെയ്തു. ഔട്ട്പുട്ട് എ ബി പുറത്തേക്ക് വന്നാൽ നമുക്ക് ഡി കിട്ടുന്നു വിചാരിക്കുക. പിന്നെ സിയും ബിയും കൂടിയാണ് എക്സോറിൽ വരുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് ഇ എന്ന് വിചാരിക്കുക. ഇയും ഡിയും കൂടി കൂട്ടിയാണ് ഇസഡ് കിട്ടുന്നത് വിചാരിക്കുക. അപ്പോൾ ഇസഡ് ഡി പ്ലസ് ഇ ആണ്. അപ്പോൾ ഓരോ കണ്ടുപിടിക്കാം. എയും ബിയും 0 0 ആണെങ്കിൽ ഡി എന്തായിരിക്കും? 0 ആണ്, കാരണം അത് ആൻഡ് ഗേറ്റ് അല്ലേ. അതുപോലെ ബിയും സിയും 0യും 1 ആണെങ്കിൽ ഇ എന്തായിരിക്കും? അത് എക്സോർ ഗേറ്റ് അല്ലേ. ഇൻപുട്ട് മാറി വന്നാൽ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ഉണ്ടാകും, അത് 1 ആയിരിക്കും. അപ്പോൾ ഇ എന്നുള്ള കോളം നമ്മൾ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും ഡി എന്നുള്ള കോളം ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഡിയും ഇ കിട്ടി. അതിനോട് കൂട്ടാണ് പറയുന്നത്. കൂട്ടി പറയുമ്പോൾ 1 0 1 1 എന്ന് കിട്ടും. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 0 1 1 ആണ്. താഴോട്ട് വായിച്ചാൽ മതി. അങ്ങനെ കാണുന്നു. നിങ്ങളെ ഗേറ്റ് വെച്ച് ആലോചിച്ച് പോകണം കേട്ടോ. അതായത് ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് 0 ആണെങ്കിലും ഇൻപുട്ട് മറിഞ്ഞു വന്നാലും ഔട്ട്പുട്ട് 0 ആയിരിക്കും. 2 ഇൻപുട്ട് 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ, ഡി ഉണ്ടാവുള്ളൂ, ഹൈ ഉണ്ടാവുള്ളൂ. അതുപോലെ എക്സോർ ഗേറ്റിൽ 2 ഇൻപുട്ട് 0 ആണെങ്കിലും 2 ഇൻപുട്ട് 1 ആണെങ്കിലും ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇൻപുട്ടുകൾ മറിഞ്ഞു വന്നാൽ മാത്രമേ ഔട്ട്പുട്ട് 1 കിട്ടുകയുള്ളൂ. അത് വെച്ച് ആലോചിച്ച് എഴുതിയിട്ട് ഇസഡ് കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ഓ ആണ് ഔട്ട്പുട്ട് കേട്ടോ. പടം നോക്കുക. ഫൈൻഡ് ഔട്ട് ഓ ഓഫ് ദി ഗിവൺ സർക്യൂട്ട് ഇൻ കേസ് 1 and 2 വേർ. 2 കേസ് നമുക്ക് തന്നിരിക്കുന്നത്, 2 ഉത്തരവുണ്ട്. എ ബി A, B equal to 1, C, D equal to 0, E, F equal to 1 and G equal to 0. രണ്ടാമത്തെ കേസ് A, B രണ്ടും 0 0, C, D രണ്ടും 0 0, E, F 0 and C is 1. ആ റെസ്പെക്റ്റീവ്. ഇപ്പോൾ 2 കേസിലും നമ്മൾ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ 2 ഉത്തരം. ഇതാണ് സർക്യൂട്ട്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം അതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. കാരണം ബൂളിയൻ എക്സ്പ്രഷൻ നിർമ്മിച്ചിരിക്കുന്നത് നോക്കി ഇങ്ങനെ എഴുതി പോവാം. ഒരു പരീക്ഷയ്ക്കാണെങ്കിൽ പരീക്ഷ പേപ്പറിൽ പടം വരച്ചിട്ട് ഇങ്ങനെ എഴുതി നോക്കണം. ആദ്യത്തെ ആൻഡ് ഗേറ്റ് അല്ലേ. അപ്പോൾ എ ബി കൂടി നമുക്ക് ആദ്യം ആൻഡ് ഗേറ്റാണ്. നിങ്ങൾ നോക്ക്, പടം നോക്ക്. അതൊക്കെ ആൻഡ് ഗേറ്റാണ്, ഒരു ബബിളുണ്ട്. അപ്പോൾ ആൻഡ് ഗേറ്റ് ആകുമ്പോൾ നമുക്ക് ആദ്യത്തേത് വരുന്നത് A × B ബാറാണ്. രണ്ടാമത്തെ ആൻഡ് വരുന്നത് രണ്ടാമത്തെ എന്ത് ഗേറ്റാണ്? രണ്ടാമത്തെ ഗേറ്റ് അവിടെ നോക്കുക, വരച്ചതിൽ ചെറിയ ടെസ്റ്റ് കാണുമായിരിക്കും. രണ്ടാമത്തെ ഗേറ്റ് ആൻഡാണ് കേട്ടോ, ആൻഡാണ് വന്നിരിക്കുന്നത്. അവിടെ ബബിൾ ഇല്ലല്ലോ ക്വസ്റ്റിനകത്ത്. ഒന്നാമത്തെ ബബിളുള്ളൂ, രണ്ടാമത്തെ ബബിളില്ല. ബബിളുണ്ടോ? ബബിൾ കാണുന്നുണ്ട്, പക്ഷെ അത് ആൻഡാണ്. സി ഡിയുടേത്, സി ഡി ആൻഡ്, അതുകൊണ്ടാണ് സി ഡി പുറത്തേക്ക് വരുന്നത്. അവ രണ്ടും കൂട്ടി നമുക്ക്, അപ്പോൾ രണ്ടാമത്തത് ആൻഡ് ഗേറ്റായിട്ടൊന്ന് തിരുത്തി വരക്കണേ. അപ്പോൾ സി ഡി തരും, അത് രണ്ടും കൂട്ടി എ × B ബാർ പ്ലസ് സി ഡി എന്ന് കിട്ടുക. അതാണ് ഔട്ട്പുട്ടായിട്ട് അടുത്ത ആൻഡിലേക്ക് പോകുന്നത്. അടുത്ത ആൻഡിലേക്ക് പോകണം, അതിൻ്റെ ഔട്ട്പുട്ടാണ് പോകുന്നത് അടുത്ത ആൻഡിലേക്ക്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് പിന്നെ ആയിട്ട് ഗുണിക്കും. അപ്പോൾ A × B ബാർ പ്ലസ് സി ഡി × E എന്ന് കിട്ടും. കൊണ്ട് ഗുണിക്കും. അത് വീണ്ടും അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഓറാണ്. അപ്പോൾ എഫ് കൊണ്ട് ഗുണിക്കും. A, B ബാർ പ്ലസ് സി ഡി × E പ്ലസ് എഫ്. അടുത്ത ജി ആണ്. ആ ജി ഒരു നാൻഡിലേക്ക് വരികയാണ്. അപ്പോൾ നാൻഡിലേക്ക് വരുമ്പോൾ നമുക്കതിനെ
അതുകൊണ്ട് നാൻഡാകുമ്പോൾ ഇവിടെ ജി അവിടെ മിസ് ചെയ്യണമെന്ന് തോന്നുന്നു. ആ ജി മിസ് ചെയ്തിട്ട് എ ബി ഹോൾ ബാർ പ്ലസ് സി ഡി പ്ലസ് ഇ പ്ലസ് എഫ് ഇൻറ്റു ജി ഇട്ട് ഹോൾ ബാറാണ്. ഇൻറ്റു ജി ഇട്ട് ഹോൾ ബാറാണ്. അപ്പോൾ 2 തിരുത്തുണ്ട്. അവസാനം ഇൻറ്റു ജി ഇട്ട് വേണം ഹോൾ ബാർ അവിടെ ഉണ്ട്. അപ്പോൾ ഇൻറ്റു ജി ഇട്ട് ഹോൾ ബാർ വരണം. അതുപോലെ തന്നെ ആ മുകളിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ ആ സി ഡി വരുന്ന ഗേറ്റ് അത് ആൻഡാണ്, നാൻഡല്ല. ആ ഒരു തിരുത്ത് കൊടുക്കണം. അപ്പോൾ 2 തിരുത്ത് ഇതിനകത്ത് വരും കേട്ടോ. 2 തിരുത്ത്. ആ സി ഡിയുടെ ഗേറ്റ് ആൻഡ് ആക്കണം. അപ്പോൾ അവസാനത്തെ ഔട്ട്പുട്ട് ഇൻറ്റു ജി. ഔട്ട്പുട്ട് കറക്റ്റായിട്ട് താഴെയുണ്ട് കേട്ടോ. താഴെ ഇതാണ് ഔട്ട്പുട്ട്. വൈ ഔട്ട്പുട്ട് വൈ ആണെങ്കിൽ വൈ ഈക്വൽ ടു എ ബി ബാർ പ്ലസ് സി ഡി ഇൻറ്റു ഇ പ്ലസ് എഫ് ഹോൾ ബ്രാക്കറ്റ്. 2 കൂടി ഡബിൾ ബ്രാക്കറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഇൻറ്റു ജി ഹോൾ ബാർ. ഇനി നമ്മൾ വാല്യൂ ഇട്ടാൽ മതി. വാല്യൂ തന്നിരിക്കുന്ന കോമ്പിനേഷൻ എ ബി 1 ആണ്, സി ഡി 0 ആണ്, ഇ എഫ് 1 ആണ്, ജി 0 ആണ്. അതെല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് അവസാനം ഒരു കൊടുത്തിട്ട് കുടിച്ചു നോക്കുക. 1 × 1 ബാർ. അപ്പോൾ അത് 0 വരും. അപ്പോൾ 0, അടുത്ത 0 × 0 0, പിന്നെ 1 × 0. അപ്പോൾ എല്ലാം 0 വരുന്നത് അതിൻ്റെ 0 ബാർ 1 എന്ന് കിട്ടും. കേസ് 2 അതുപോലെ കണ്ടാൽ 1 എന്ന് കിട്ടും. അപ്പോൾ റിസൾട്ട് 2 ഔട്ട്പുട്ട് ഉണ്ടല്ലോ, y1 y2, 2 കേസ്, 1 1 ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ y ഇൻ ദി സർക്യൂട്ട്. ഇതിനകത്ത് y കണ്ടുപിടിക്കാനാണ്. ഔട്ട്പുട്ട് y കാണിച്ചത്. ആദ്യം ഒരു എ നേരിട്ട് ഓർ ഗേറ്റ് കൊടുക്കുകയാണ്. പിന്നെ ബി ഒരു നോട്ട് ഗേറ്റ് ഇട്ട് സിയുടെ കൂടെ ആൻഡ് ഗേറ്റ് കൊടുക്കുകയാണ്. ആ ഔട്ട്പുട്ടും എയുടെ കൂട്ടിയാണ് അവസാനം തരുന്നത്. പക്ഷേ അവസാനം തരുന്നതിന് മുമ്പ് അവിടെ ഒരു നോട്ട് ഗേറ്റ്, ഒരു ഇൻവെർഷൻ കൂടി ഉണ്ട്. അപ്പോൾ അത് വരച്ചിരിക്കുന്നത് നോക്കി. അത് വരയ്ക്കുമ്പോൾ എ നമ്മൾ നേരിട്ട് വരുന്നുണ്ട്, ബി ഇൻവെർട്ട് ചെയ്ത് ബി ബാർ വരും, സി നേരിട്ട് വരും. അപ്പോൾ ആൻഡ് ഗേറ്റ് നമുക്ക് ബി ബാറിന് സി തരും. അപ്പോൾ അത് എയുമായിട്ട് കൂട്ടും. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ബാറിൻ്റെ സി, അവിടെ വര വേണ്ട, ഓർ ഗേറ്റ് ഇപ്പുറത്ത് വര വേണ്ട. എ പ്ലസ് ബി ബാറിൻ്റെ സി, ഒരു കറക്ഷൻ ഉള്ളതാണ് ഇതിനകത്ത്. എ പ്ലസ് ബി ബാറിൻ്റെ സി എന്ന് മാത്രം മതി. നോട്ട് ഗേറ്റ് വരുമ്പോഴാണ് എ പ്ലസ് ബി ബാറിൻ്റെ സി ഹോൾ ബാർ. അവസാനം സി കറക്റ്റാണ്. ആ ഇടക്കുള്ള സ്റ്റെപ്പിൽ ആ ബാറ് വേണ്ട കേട്ടോ. ഇടക്കുള്ള സ്റ്റെപ്പിൽ ബാറുണ്ട്. എ പ്ലസ് ബി ബാർ സി മതി, ഹോൾ ബാർ വേണ്ട. ഹോൾ ബാർ വരുന്ന അവസാനമാണ്, കാരണം നോട്ട് ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോഴാണ്. ദ റിസൾട്ട് ഈസ് y is a plus b bar c ഹോൾ ബാർ. ദാറ്റ് ഈസ് അവിടെ നമ്മൾ ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യണം. കോംപ്ലിമെന്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലിമെന്റ്സ് എ ബാർ ഇൻറ്റു ബി ബാർ സി ഹോൾ ബാർ. വീണ്ടും ഡി മോർഗൻസ് തിയറം. എ ബാർ ഇൻറ്റു ബി ബാർ പ്ലസ് സി ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ ബി ബാർ ബാർ പ്ലസ് സി ബാർ. ബി ബാർ ബാർ ബി ആണ്. അപ്പോൾ എ ബാർ ഇൻറ്റു ബി പ്ലസ് സി ബാർ എന്നിടും എന്ന് കിട്ടും. അവിടെ വീണ്ടും ഡി മോർഗൻസ് തിയറം. ഡി മോർഗൻസ് തിയറം അവിടെ വേണമെന്ന് നോട്ടെ. അത് അകത്തോട്ട് ഗുണിക്കുമ്പോഴേ ആ സ്റ്റെപ്പിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എ ബാർ ഇൻറ്റു ബി പ്ലസ് സി ബി പ്ലസ് സി ബാർ, അത് കോംപ്ലിമെൻ്റ് ഓഫ് സം എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആ ലാസ്റ്റ് സ്റ്റെപ്പ് വേണ്ട, അതിന് മുകളിൽ നിർത്തിയാൽ മതി. എ ബാർ ഇൻറ്റു ബി പ്ലസ് സി ബാർ എന്ന് എഴുതിയാൽ മതി. കാരണം ബി പ്ലസ് സി ബാർ നമുക്ക് ബി ബാർ സി എന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എ ബാർ ഇൻറ്റു ബി പ്ലസ് സി ബാർ കൊണ്ട് നിർത്തണം. ബ്രാക്കറ്റ് വേണേൽ മാറ്റിയിട്ട് ഇങ്ങനെ പറയാം, എ ബാർ ബി പ്ലസ് എ ബാർ സി ബാർ എന്ന് വേണേൽ പറയാം. എ ബാർ ഇൻറ്റു ബി പ്ലസ് സി മതി, എ പ്ലസ് ബി ബാർ സി എന്ന് വേണ്ട. ലാസ്റ്റ് ലൈൻ വേണ്ട. എ ബാർ ഇൻറ്റു ബി പ്ലസ് സി ബാർ
നമുക്ക് പിന്നെ ചിലപ്പോൾ അത് ശരിയാവുക നോക്കണം. നമുക്ക് ഡ്യുവലിറ്റി തിയറി അപ്ലൈ ചെയ്യുമ്പോൾ ശരിയാവില്ല. ഡ്യുവലിറ്റി തിയറി അപ്ലൈ ചെയ്താൽ ശരിയാവും. എന്താണ് ഡ്യുവലിറ്റി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഗതി കോംപ്ലിമെൻ്റ് ആക്കണം, അതുപോലെ ഇൻറ്റു പ്ലസ് ആക്കണം. അപ്പോൾ ശരിയാവും അല്ലേ? ഇൻറ്റു പ്ലസ് ആക്കണം, പ്ലസ് ഇൻറ്റു ആക്കണം. അപ്പോൾ എ പ്ലസ് ബി ബാർ ശരിയാകും. നമുക്കൊരു വാല്യൂ ഇട്ട് നോക്കാം. ABC 1 1 എന്ന് വിചാരിച്ച് നോക്കാം. ABC 1 1 1 ആണെങ്കിൽ എ ബാർ 0, 0 ഇൻറ്റു ബി പ്ലസ് ബി ബാർ 0 ആകും. അപ്പോൾ ഇവിടെ 0 പ്ലസ് ബി ബാർ അപ്പോൾ 0 ആകും. ശരിയാകുന്നുണ്ട്. ഇനി നമുക്ക് അപ്പോൾ 1 ഇട്ട് കഴിഞ്ഞാൽ ശരിയാകുമോ? 1 ഇൻറ്റു 0 അപ്പോൾ 0 വരും. ഇവിടെ 1 പ്ലസ് 1 പ്ലസ് ബി എല്ലാം 1 ആണെങ്കിൽ അപ്പോൾ ആദ്യത്തെ 0 ആകും. എല്ലാം 1 ആണെങ്കിൽ ഇവിടെ 0 ആകുന്നില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഡ്യുവലിറ്റി തിയറി ഇവിടെ വേണ്ട കേട്ടോ. ഡ്യുവലിറ്റി തിയറി അപ്ലൈ ചെയ്യണ്ട. നമുക്ക് ആ ലാസ്റ്റ് സ്റ്റെപ്പ് വേണ്ട. എ ബാർ ഇൻറ്റു ബി പ്ലസ് സി ബാർ എന്ന് കൊടുത്താൽ അത് മതിയാവും. ലാസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയേക്ക് അത് ഒത്തു വരുന്നില്ല. കാരണം നമുക്ക് ABC 1 1 1 എന്ന് ഇട്ടാൽ ആദ്യത്തേൽ 0 കിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തേൽ 1 വരുന്നില്ലേ, അപ്പോൾ ശരിയാകത്തില്ല. അപ്പോൾ മനസ്സിലായല്ലോ. ലാസ്റ്റ് സ്റ്റെപ്പ് വേണ്ട, അതിൻ്റെ മുകളിൽ നിർത്തിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ എ സർക്യൂട്ട്. ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു ഓർ ഗേറ്റിലേക്ക് AB കൊടുക്കും, എന്നിട്ട് നോട്ട് ഗേറ്റ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഓർ ഗേറ്റിലേക്ക് A കൊടുക്കുന്നുണ്ട്, Cയുടെ ഇൻവെർട്ട് ചെയ്ത് കൊടുക്കും. മൂന്നാമത്തെ ഓർ ഗേറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത് C ഇൻവെർട്ട് ചെയ്ത് കൊടുക്കും, Bയും കൊടുക്കും. എല്ലാം ചെല്ലുന്ന ഒരു നോട്ട് ഗേറ്റ് വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. അത് ഓർ ഗേറ്റ് ചെല്ലും. അപ്പോൾ അതിന് ഉത്തരം ഇരിക്കുന്ന നോക്കി. ആദ്യത്തെ നമുക്ക് A പ്ലസ് ബി കൂട്ടി ആ നോട്ട് ഗേറ്റ് ചെയ്യുമ്പോൾ ബാർ കിട്ടും. അടുത്തതിന് നമുക്ക് C ബാർ പ്ലസ് ബി. രണ്ടാമത്തെ ഗേറ്റ് തരുന്നത് രണ്ടാമത്തെ ഗേറ്റ് A ആണ്, Aയും C ബാറാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഇക്വേഷനകത്ത് A ബാറല്ല, A ആണ്. A പ്ലസ് C ബാർ ഹോൾ ബാറാണ്. രണ്ടാമത്തെ ഓർ ഗേറ്റ് തരുന്നത് A നേരിട്ടാണ്. അപ്പോൾ A പ്ലസ് C ബാർ ഹോൾ ബാർ, A ബാർ വേണ്ട. മൂന്നാമത്തത് നമുക്ക് മൂന്നാമത്തേൽ C ബാർ വരുന്നുണ്ട്, B വരുന്നുണ്ട്. മൂന്നാമത്തേൽ C ബാർ വരുന്നുണ്ട്, B വരുന്നുണ്ട്. അപ്പോൾ C ബാർ പ്ലസ് ബി ഹോൾ ബാർ ശരിയാണ്. അപ്പോൾ ആ നടുക്കുള്ള ടേം മാത്രം തിരുത്തണം. ആ രണ്ടാമത്തെ ഓർ ഗേറ്റ് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് A ബാർ പ്ലസ് A പ്ലസ് C ബാർ. ഇനി എല്ലാത്തിലും ഡി ബോണസ് തിയറി അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തേത് നമുക്ക് A ബാറിന് B ബാർ, രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടെ ശരിയായിട്ടോ. ആദ്യത്തെ സ്റ്റെപ്പാണ് തെറ്റി ഇടക്കുള്ള ടൈമിൽ. രണ്ടാമത്തത് കോംപ്ലിമെൻ്റ് എഫ് സമല്ലേ, അപ്പോൾ A ബാർ. പിന്നെ Cയുടെ ഡബിൾ ബാർ വരും. അടുത്ത അതുപോലെ C ബാർ ഇൻറ്റു B ബാർ. അപ്പോൾ A ബാറിന് B ബാർ പ്ലസ് A ബാർ ഇൻറ്റു C പ്ലസ് C ഇൻറ്റു B ബാർ. അതാണ് ആൻസർ. ഇതിന് ഫർദർ സിംപ്ലിഫിക്കേഷൻ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതിൽ 1-2 കറക്ഷനുള്ള ഒരു ബുക്കാണത്. അപ്പോൾ ആ കറക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ഒന്ന് തിരുത്തിക്കൊള്ളാം. ഇതോടുകൂടി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ് നമുക്ക് ലോജിക്കൽ ഫാമിലി തുടങ്ങാം. ദിസ് ഈസ് ദി 21st lecture for your complementary electronics. Thank you very much.